സാവിത്രി ചേച്ചി ചിക്കൻ എടുത്ത് വെച്ചിട്ടേ ഇന്നും കൊണ്ടാ നല്ല മഴയല്ലേ. സാവിത്രി ചേച്ചിയുടെ കടയിൽ നിന്ന് ഇതാ കോഴി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് പോകണം. നല്ല മഴയെല്ലാം പെയ്യുന്നുണ്ട്. നല്ല മഴയാണ് കേട്ടോ. ഇന്ന് രാവിലെ മഴ തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നടക്കാനേ, കുറച്ച് നടക്കാനുണ്ട്. എപ്പം നടന്നിട്ടാ പോലെ കണ്ട നടക്കല്ലോ. അപ്പോൾ പേടിക്ക് വെച്ച് ഒരു ഓട്ടോ കിട്ടിയേ. അളിയ ദിവസം ഓട്ടം പിടിച്ച് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോ കിട്ടി. അതെ അല്ലേ. അതിനൊക്കെ ഓക്കെ. അങ്ങനെ ഇവിടെ ഓട്ടോ ഇറങ്ങി കേട്ടാ. അളിമോസ് ആസ്പത്രി പോയി വരുന്നുണ്ടായി. അപ്പോൾ എന്നെ ബൈക്ക് വെച്ചിട്ട് കേസ് കേട്ടാ. അവിടെ നടക്കാണ്ട് ഇവിടെ എത്തി. എനിക്ക് നടക്കുന്നത് ഇഷ്ടമാണ്. പക്ഷെ ഒരു പറയുമ്പോൾ കയറാണ്ടിരിക്കാൻ കഴിയില്ല. മഴക്കാലമേകുമ്പെന്ന് മഴയിലൂഞ്ഞാലാടിയത് അപ്പോൾ വാതിലിനെ തുറന്നു വെച്ചിട്ട് എടാ ഉള്ളിലെല്ലോ ഒന്നുമില്ല. അതെ ഓയ് ഇതാ ചിക്കൻ പിടിച്ചോ. പിടി രണ്ടും പിടി കുറച്ച് വെയിനത്തെയും ഇത് വാങ്ങി. വെയിനത്തെയും പറങ്കിത്തെയും അത് അങ്ങനെ ഞെക്കല്ല. കുറച്ച് വെയിനത്തെയും പറങ്കിത്തെയും ഞാൻ അത് വാങ്ങിനേ. ഇത് കണ്ട നടാൻ വേണ്ടിയിട്ട്. എന്നാ പിന്നെ വേഗം നോക്കിക്കോ പരിപാടി. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല വൃത്തിയുടെ കഴുകി കൊണ്ടുവച്ചിട്ടുണ്ട്. എങ്ങനെയാക്കെന്ന് പറഞ്ഞ വറുത്തരച്ചിട്ടോ? എന്ത് വറുത്തരച്ചിട്ട്? തേങ്ങ വറുത്തരച്ചിട്ട് ആക്കുന്നേ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ചിട്ടാ മതി. ഉപ്പ്. ഇത് ഗ്ലാസിന്റെ ഇതാണേ. ഉപ്പിട്ട് വെക്കുന്ന ഗ്ലാസ്സിലെ കുറേ ആളെ പ്ലാസ്റ്റിക്കിലാ പറയുന്നത്. ഗ്ലാസ്സാണ് കേട്ടാ. അപ്പോൾ ഇത് നല്ല വൃത്തിയൊന്ന് കുഴക്കട്ടെ. ഞാൻ എന്നാ കുഴക്കേണ്ടി വരും അല്ലേ? തിരുമ്പല് നമ്മളിങ്ങോട്ട് കുഴക്കൽ എന്ന് പറയണ്ടേ, അതുകൊണ്ടാണ് നാടൻ ഭാഷ. നല്ലൊന്ന് തിരുമ്പി പിടിപ്പിക്കുക. ഇന്ന് ഒരേ മയനല്ലേ. അപ്പം നമ്മുടെ ചിക്കൻ മസാല പിടിപ്പിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് അടുത്ത പരിപാടി? അപ്പം തേങ്ങ വറക്കണം. ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ഇന്ന് നല്ലോണം കത്തുന്നുണ്ട് ചട്ടിക്ക്. എന്താ തീയാ? അപ്പോൾ തേങ്ങ വറക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും തേങ്ങ. അപ്പോൾ തേങ്ങ, ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി അല്ലേ. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് തേങ്ങ വറക്കാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണ, തേങ്ങ ഇട്ട് കൊടുക്കുക. അടുത്ത് നമ്മുടെ ഉള്ളി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി അല്ലേ. അപ്പം നമ്മുടെ തേങ്ങ ഏകദേശം ചൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കുറച്ച് ജീരകം, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയെ അത് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. അപ്പം നമ്മുടെ തേങ്ങയെല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കുന്നുണ്ട്. മുളക് പൊടി, മല്ലി, മഞ്ഞൾ. അപ്പോൾ ചെറിയ ചൂടിന് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമണെല്ലാം ഒന്ന് മാറട്ടെ. അപ്പോൾ നമ്മുടെ പൊടിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനി തണിഞ്ഞിട്ടൊന്ന് അരച്ചെടുക്കാം. വിള കിളിക്കുന്ന കുഞ്ഞോളി ഞാൻ വെച്ച് പാട്ടെല്ലാം പാടുന്നു കേട്ടാ. അപ്പൊ ചട്ടിയുടെ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാവട്ടെ. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ. അപ്പോൾ തീ നല്ലോണം കത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളെ നല്ലോണം
നല്ലോണം കത്തിപ്പോയി, തീ കുറക്കേണ്ടി വരുവാ. അപ്പൊ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത് ഇട്ടിട്ടുണ്ടേ. പിന്നെ നമ്മുടെ തക്കാളിയാ ഉള്ളിയാ, ഉള്ളി, സവാള നല്ലോണം വഴറ്റിയെടുക്കാം. തീ കുറച്ച് കൂടുതൽ കത്തി സാരമില്ല. അപ്പോൾ തീ കുറച്ചിട്ടുണ്ടേ. ഇനി നമ്മുടെ തക്കാളി, 2 ചെറിയ തക്കാളി എത്തിന്, കുറച്ച് കറിവേപ്പില, ഇനി നമ്മുടെ മസാല പുരട്ടി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. എല്ലാം കൂട്ടി കഴിപ്പിക്കുക. ചിക്കൻ വലിയ കഷ്ണമായി പോയി അല്ലേ. ഇനി നമ്മുടെ വറുത്തരച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കുക. അരപ്പ് ചേർക്കുക. അതിൻ്റെ ഉള്ളിലുണ്ട് ഇനി അരപ്പിൻ്റെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലൊന്ന് കൂട്ടി കഴിപ്പിക്കുക. വെള്ളം കൊണ്ടില്ലേ അരപ്പാടിനെ വെക്കുന്ന ഇതിനെ അരപ്പ് മിക്സാവും. ഉപ്പ് നോക്കണേ. ഉപ്പ് നമ്മൾ മസാല പുരട്ടി വെക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിനി നോക്കിയിട്ടില്ല. കുറച്ചുകൂടെ അരപ്പിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നേ, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അടച്ചു വെച്ച് വേവിക്കാം. അപ്പം എന്തായി നോക്കട്ടെ. ഏകദേശം വെന്തിട്ടുണ്ടാവും. ഏകദേശം നമ്മുടെ ചിക്കനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ പൊടികൾ ചേർക്കാനുണ്ട് അല്ലേ. എന്നാന്ന് കുരുമുളക് പൊടി, നമ്മുടെ കാര്യമായിട്ടുള്ള പൊടി കുരുമുളക്. സ്പൂൺ എടുത്തൂടെ. വേറെ എന്നാണ് ആയാ. അപ്പോൾ ഇതും കൊണ്ടൊന്ന് കൂട്ടി വെപ്പിക്കാം. അങ്ങനെ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എടുത്തു വെക്കാം. അപ്പോൾ ഇതിലേക്ക് വറവ് വയ്ക്കാനുണ്ട്. ഇതിടക്കിട്ട് വേറെ ഒന്നും കറിയില്ലേ? വേറെ ഒരു കറിയും വെച്ചിട്ട് വരും. 12 മണി വരെ കറി വെക്കാൻ നനക്കാൻ പോയാളെ കാണുന്നില്ല. മീൻ മേടിച്ചിട്ട് വേഗം വരാ പറഞ്ഞതാണ്. ചിക്കൻ വാങ്ങി റെഡിയാവണ്ടേ, റെഡിയാക്കണ്ടേ. പണിയെന്തില്ലേ കറിവേപ്പില കരിയാമ്പ് വച്ചത് കഴിഞ്ഞു. അപ്പോൾ നമ്മള് അപ്പോൾ ഇതും കൂടെ ഒന്ന് കാച്ചിപ്പോരാ അല്ലേ. അതില്ലേ. അങ്ങനെ അവിടെ വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ ഇന്നത്തെ ചോറ് വയ്ക്കലായി. കറികോലി അപ്പോൾ അച്ഛന് കൊടുക്കണം അത്ര. അച്ഛൻ ചോറ് കഴിച്ചു. നമ്മൾ ഇത് ആക്കാൻ വൈകിപ്പോയി അല്ലേ. അപ്പോൾ അതിന് അച്ഛന് വൈകുന്നേരം കൊണ്ട് കൊടുക്കാം. മതി മതി. ഓക്കെ, എന്നാൽ കഴിക്കട്ടെ. ആദ്യം വെച്ചാലിനെ കഴിക്കട്ടെ. എന്തുണ്ട് എന്തുണ്ട്? വലിയ കുഴപ്പമില്ല. നമ്മളെ വീഡിയോ കാണുന്നവരോട് ചോദിക്കാൻ എന്നാല് കേട്ടാ അഭിപ്രായം ചോദിക്കുക. ഇങ്ങനെ തന്നെ വെക്കേണ്ടത്. സാധാരണ ചില ആൾക്കാരുടെ വേണ്ടാതെ പോലെ കളിക്കും.
വീഡിയോ മാറ്റിക്കഴിഞ്ഞ് നല്ലോണം കഴിക്കൂലി അത് നീ തന്നെ. ഞാൻ പറയുന്നില്ല, നമുക്ക് അങ്ങനത്തെ ഒരു മടിയില്ല. ചിലപ്പം ഉം. എന്റെ തടി കണ്ടിട്ടാണ് വിചാരിച്ചത്. നമുക്ക് അങ്ങനത്തെ മടിയൊന്നും കേട്ടോ. അപ്പം ഞാനും കഴിക്കാം. അതിൻ്റെ ആണ് ചാറ് ഗ്രേവി നല്ല ചൂടുണ്ടേ, ചൂട് ചോറാണ്. എങ്ങനെയുണ്ടാ? എങ്ങനെയുണ്ട്? കറി മോശമൊന്നുമില്ല, കുറച്ചും കൂടെ കുരുമുളക് ചേർത്തായിരുന്നു. എരിവുണ്ട്, അച്ഛന് നല്ല ഇഷ്ടപ്പെടും. എനിക്ക് കുറച്ചും കൂടെ, ഞാൻ പൊതുവെ എരിവ് കൂടുതൽ വേണം, അല്ല എനിക്ക് കുറച്ചും കൂടെ കുരുമുളക് ഇട്ടാൽ കുറച്ചും കൂടെ. കറി മോശമൊന്നുമില്ല, അല്ലല്ല. ചിക്കൻ്റെ ലിവർ കാണുന്നില്ല, ലിവർ ഇട്ടിട്ടേ നീര്. എനിക്ക് ലിവർ ഭയങ്കര ഇഷ്ടമാണ്. ലിവറായ കറി, ചിക്കൻ കറി വെച്ചാലേ ആ രണ്ട് സാധനം നാരാട്ടിന്റെ ലിവർ സ്വന്തം ഇവർക്ക് ഇഷ്ടമല്ല. പക്ഷെ ലിവർ അധികം കഴിക്കാൻ പാടില്ല പറയുന്നത്, പ്രത്യേകിച്ച് ഞാനും കഴിക്കില്ല, ഇന്നത്തെ കോയിലെ പിള്ളേരും കഴിക്കലില്ല. എനിക്കെന്തോ അതിനോട് ഭയങ്കര ഇഷ്ടമാണ്. അവന് ഇഷ്ടേ അല്ല, പെണ്ണ് പിന്നെ അങ്ങനെ. അവനെ ഭയങ്കര ഇഷ്ടമല്ല വറുത്തച്ചക്കറി. അവനെ കഴിക്കട്ടെ. ഓക്കെ, നല്ലോണം ബെസ്റ്റ് നീ.